പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്ന വചനം പോലും ഈ ലോകത്ത് ഉച്ചരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തതായ ഘട്ടം വരുമ്പോൾ ഈ ലോകം അവസാനിക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹ് പറയാൻ ഒരാളും ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒന്ന് പറഞ്ഞെല്ലാവരും അല്ലാഹു അല്ലാഹു അല്ലാഹ് ചൊല്ലിക്കാന്ന് ഉറക്കെ ചൊല്ല്, അല്ലാഹു അല്ലാഹു അല്ലാഹ്. പോരാ, ചോമ്പാല കടപ്പുറത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആവേശം പോരാ. ഒന്നുകൂടി ചൊല്ലണേ, അല്ലയല്ലേ വിളിക്കുന്നത്, എന്തിനാ മടിക്കുന്നത്? അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഈ ഒരു ശബ്ദം അണയുന്നതായ ഘട്ടം വരുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാന്ന് പറയാൻ ഒറ്റൊരുത്തനുണ്ടാവൂല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ ഒരു ബാങ്കിന്റെ മുഴക്കം അവസാനിക്കുമ്പോ ലോകം അവസാനിക്കുകയാണ്, അവസാനിക്കുകയാണ്. ലാ തഖൂമു സ്സഅ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് ഈ ഭൂമുഖത്ത് ഒരാളെങ്കിലും പറയവേ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതല്ലേ മുഹിയുദ്ദീൻ റാത്തീബിലും അതല്ലേ റിഫായി തങ്ങളുടെ റാത്തീബിലുമൊക്കെ നാം ചൊല്ലി പരിശീലിക്കുന്നത് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലേ? നമ്മൾ ചൊല്ലി പരിശീലിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. ഒക്കെ മനസ്സിൽ ഇങ്ങനെ സ്ഥിരപ്പെടുത്താനാണ്. അല്ലാഹയിൽ ലയിച്ച് നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് എന്നുള്ള ജലാലത്തിൻ്റെ ഇസ്മ നിന്റെ നാവിൻ തുമ്പിൽ എടുത്തു മാറ്റപ്പെടുമ്പോൾ ഈ ലോകം തീരുകയാണ്, അവസാനിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മരണപ്പെട്ടതാകുന്ന വ്യക്തിക്ക് വേണ്ടി 70,000 ചൊല്ലി ഹദിയ ചെയ്താൽ അവൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലമെത്തുകയും നരകീയ മോചനമുണ്ടാവുകയും ചെയ്യുമെന്ന് ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി 70,000 തഹ്ലീൽ ചിലറില്ലേ ചെല്ലാറുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ചോമ്പാല കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നാം നമുക്ക് വേണ്ടിയും ചൊല്ലി വെക്കണം. നമുക്ക് വേണ്ടി 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ചുരുങ്ങിയത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ചൊല്ലിയ എല്ലാം കഴിഞ്ഞു എന്നല്ല, നമുക്ക് വേണ്ടിയെങ്കിലും ചൊല്ലി വെക്കണം. കാരണം പുതിയ തലമുറ ലഹരിക്കടിമപ്പെട്ട തലമുറയാണ്. കള്ളു കുടിച്ചും ലഹരി നുണഞ്ഞും കഞ്ചാവടിച്ചും MDMA LSD അടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ തലമുറ വാപ്പാക്ക് വേണ്ടി ചെല്ലുമോ 70,000 തഹ്ലീൽ? സിനിമയുടെയും സീരിയലിൻ്റെയും ലോകത്ത് കണ്ണ് നട്ടിരിക്കുന്നതായ നവതലമുറയിലെ യുവതികൾ ചെയ്യുമോ നമുക്ക് വേണ്ടി 1000 തഹ്ലീൽ? റീൽസുകൾ കളിച്ചുകൊണ്ട് നിലകൊള്ളുകയല്ലയോ, അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ പണം കൈപ്പറ്റാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന നവതലമുറ. എങ്ങനെയാണ് വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ദിക്ർ ചൊല്ലുക? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ നമുക്ക് വേണ്ടി ചൊല്ലണം തഹ്ലീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
രണ്ടെണ്ണേ ചെല്ലിയെങ്കിലും രണ്ടെണ്ണം വൃത്തിയായിട്ട് ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരൊക്കെ കാണിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഹാഇൻ്റെ ഉച്ചാരണമൊക്കെ വരണം, ഇല്ലെങ്കിൽ ഒരു തഹ്ലീലും സ്വീകരിക്കപ്പെടൂല. നമ്മളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിടിച്ചോ പിടിച്ചോ ആരൊക്കെ വേണം നിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സുന്നികൾ തന്നെ ചെല്ലുന്നതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കലല്ല ദിക്ർ. ചൊല്ലിയപ്പോൾ ഒരു ഒച്ച ഉണ്ടായിപ്പോയി, അത് പ്രശ്നമല്ല. നമ്മൾ ചെല്ലുന്നതൊക്കെ ചെല്ലി അവസാനം എത്തുമ്പോൾ ഒച്ച ഉണ്ടായ ദിക്ർ ചെല്ലിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കബൂലാക്കിയെന്നൊരു ചിന്താഗതി നമുക്കിന്ന് വന്നുപോയി. അങ്ങനെ വന്നുപോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് റാത്തീബിൻ്റെ അവസാനം എത്തുമ്പോൾ അല്ലോ ഈ ഒച്ച ഇടുന്നതാണെങ്കിൽ ആ റാത്തീബ് സൂപ്പറായിപ്പോയി. നാളെ നടത്തിയ റാത്തീബൊന്നും സുഖമില്ലായിരുന്നു. കാരണം അതെന്താ, അത് ഇങ്ങനെയൊന്നും ഒച്ചയൊന്നുമില്ല. അവർ വന്നപ്പോൾ അല്ലാഹു 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 അങ്ങനെ വിളിച്ച അതൊരു സുഖം. ഇത് നല്ല റാഹത്തായിരുന്നു, നല്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അതൊക്കെ മാറ്റണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചെല്ലുന്നത് വൃത്തിയാക്കണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഖുതുബിയ്യ തോന്നുമ്പോഴും അങ്ങനെ തന്നെ. യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി, അങ്ങനെ തന്നെ പറഞ്ഞു. ഇതിങ്ങനെ ചെല്ലി 1000 വിളിക്കുന്നതിനിടയിൽ പിന്നെ കേൾക്കുന്നത് യാ, ഇടയ്ക്കൊരു യാ മാത്രം. പിന്നെ അവൻ ഉണ്ടായിരിക്കുക, കാരണം ബാക്കിയുള്ളവർ ഒച്ച ഇട്ടോട്ടെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്തതിന് യാ. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് പച്ചയ്ക്ക് പറയുന്നത്. ഇതൊക്കെ ചെല്ലുന്നതിന് അസിലുണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. അതിനൊക്കെ തെളിവുണ്ട്. ചെല്ലുന്നതിൻ്റെ മര്യാദകൾ പാലിച്ചു പോകണം, ഇല്ലെങ്കിൽ അതൊക്കെ നേരെ തിരിച്ചടിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കുറേ ഒച്ചപ്പാടുണ്ടാക്കുന്നതിലല്ല കാര്യം, മനസ്സിലായോ? അള്ളാഹു പൊട്ടനല്ലല്ലോ, ബധിരനും മൂകനുമല്ല. നമ്മൾ വിളിക്കുന്ന വിളികളൊക്കെ റബ്ബു സുബ്ഹാനഹു വ തആല കേൾക്കും. അതുകൊണ്ട് ഈ ഒച്ചപ്പാടും ഉണ്ടാക്കി വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിലല്ല, വിളിക്കുന്നതിലും ചൊല്ലുന്നതിലും ഒക്കെ ഒരു മര്യാദ വരട്ടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹ് എന്നുള്ളതാകുന്ന വാക്ക് തന്നെ ഈ ലോകത്തൊന്നും ഇല്ലാതാകുന്ന ഒരു ഘട്ടം വരും. അന്ന് ഈ ലോകത്തിൻ്റെ അവസാനമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള് ഇല്ലാ മാ ശാ അല്ലാഹ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിലൂടെ പ്രഥമ ഊത്തങ്ങോട് ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും ആ ഊത്തിലൂടെ തന്നെ പേടിക്കുകയാണ്. ഫഫസിഅ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർള്. 7 ആകാശങ്ങളിലും 7 ഭൂമികളിലും അടിത്തട്ടിലുള്ളവരും ആ കുരാതമാകുന്ന ശബ്ദം കേട്ടുകൊണ്ട്, ആ ഭീകരമാകുന്ന കോലാഹലം പേടിക്കമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണത്. കഴിഞ്ഞ ദിവസം ദീപാവലി, അതിൻ്റെ ഒരു പടക്കം പൊട്ടുന്ന കേട്ടുമ്പോഴേ ഞെട്ടുന്ന നമ്മൾ ഞെട്ടാതിരിക്കുമോ? ഉറപ്പല്ലേ? ഞെട്ടും ഉറപ്പാണ്. കാരണം എന്താണ് സൂറെന്ന കാഹളം? എന്താണ് സൂർ? നീ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും ഒരു ശംഖ് കൊണ്ടുവന്ന് ഉള്ള ഊത്തല്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മസ്സൂർ, എന്താണ് നബിയേ സൂർ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? ചോമ്പാലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാര് കാതുകൊടുത്തുകൊണ്ട് കേൾക്കണേ. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, മസ്സൂറു യാ റസൂലല്ലാഹ്,
നബിയേ നബിയേ, ലോകാവസാനത്തിന് ഊതുന്നതായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നതായ സൂറന്ന കാഹളമെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ഹുവ ഖറുനും മിൻ നൂർ, അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ, പ്രകാശത്താലുള്ള കുഴലാണ്. വല്ലദീ നഫ്സി ബിയദിഹി വഅലമു ദാഇറത്തിൽ ഖർൻ, എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വഅലമു ദാഇറത്തിൽ ഖർൻ, ആ സൂറന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, ഏഴാനാകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ. ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ. 16,15,15,000 കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്നതായ സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്തിന്റെ കുഴലാണ്. ആ കുഴലിലൂടെയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വഅലമു ദാഇറത്തിൽ ഖർൻ, ആ സൂറന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, കഅർളിസ് സമാഇ വൽ അർള്, ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്തിന്റെ കുഴലാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? പ്രകാശത്താലുള്ള കുഴൽ, അതിൻ്റെ വലിപ്പം ഏഴാം ആകാശത്തിൻ്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതാണ് സൂറന്ന കാഹളം. അപ്പോൾ പിന്നെ ഊതിയാൽ ആർക്കെങ്കിലും കേൾക്കാതിരിക്കുമോ? ഇല്ല, എല്ലാവരുടെയും ചെവി അടിച്ചു പോകും. കാരണം എന്തുകൊണ്ട്? ഫുള്ള് നിറഞ്ഞു നിൽക്കാൻ ഏഴാം ആകാശത്തിൻ്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള ഒരു കുഴലാണ് എന്ത്? സൂറന്ന കാഹളം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർള്, ഏഴ് ആകാശങ്ങളും ഭൂമിയും പടച്ചിട്ട് മൂന്നാമതായി അല്ലാഹു ഈ ലോകത്ത് പടച്ചത് ഖലഖസൂർ, സൂറന്ന കാഹളത്തെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തിനാണ് ഈ ആകാശങ്ങളെ തകർക്കാൻ ഈ സൂറ് വേണം? ഈ അനന്തകോടി നക്ഷത്ര താരകങ്ങളെ തകർക്കാൻ, ഈ സൗരയുധങ്ങളെ തകർക്കാൻ, ഈ വാൽനക്ഷത്രങ്ങളെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഈ സൂര്യനെ തകർക്കാൻ, ഈ ചന്ദ്രങ്ങളെ തകർക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ട് മൂന്നാമതായി പടച്ചത് സൂറിനെയാണ്, സൂറന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ അത്ഇമൂ, എങ്ങനെ ഭക്ഷണം കഴിക്കും സ്വഹാബ? എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ പാനീയങ്ങൾ കുടിക്കും? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന വഹവാ ജബ്ഹതഹു വഅസ്ഗാ സമഅഹു ഇലൽ അർശി മതാ യുഅമറു ബിന്നഫഖാ. അർശിൻ്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിലേക്ക് തൻ്റെ കർണപുടത്തെ സാഗൂതം ചൊലുത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം വായിൽ, അദ്ദേഹത്തിൻ്റെ വായിൽ സൂറന്ന കാഹളം ഘടിപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്.
എപ്പോഴാണ് പടച്ച റബ്ബ് ഊതാൻ വേണ്ടി കൽപ്പിക്കുക? റെഡിയായി കാത്തിരിക്കുകയാണ്. റബ്ബിൻ്റെ കൽപ്പന കിട്ടാൻ പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തെ സൃഷ്ടിച്ചത് മുതൽക്ക് വായിൽ ഘടിപ്പിച്ചുകൊണ്ട് കാത്തിരിക്കവേ എങ്ങനെയാണ് ഈ ദുന്യാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ ഭക്ഷണം കഴിക്കും? നബി ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, എങ്ങനെ ഭക്ഷണം കഴിക്കും, എങ്ങനെ വെള്ളം കുടിക്കും? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന. ആസ്വദിച്ച് കുടിക്കാൻ പറ്റൂലടോ. കാരണം സൂറെന്ന കാഹളത്തെ സൃഷ്ടിച്ചത് മുതൽക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം അതിനെ വായിൽ ഘടിപ്പിച്ച് കാത്തിരിക്കുകയാണ്. അള്ളാഹു ഊതാൻ വേണ്ടി പറയാൻ വേണ്ടി നോക്കിയിരിക്കാൻ പറഞ്ഞ അപ്പോൾ ഊതും. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന വേളയിലും ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ വായിൽ എന്തുണ്ട്? സൂറെന്ന കാഹളമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മനസ്സിലായില്ലേ? ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. അവിശ്വാസികളായ ആളുകൾ ലോകാവസാനം ദൂരെയാണെന്നവർ പറയുന്നു. പക്ഷേ നാം ആ ലോകാവസാനത്തെ അടുത്ത് കാണുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അവിശ്വാസികൾ പറയും അങ്ങനെയൊന്നും ഇല്ല, ലോകം അവസാനിക്കുക. ആര് പറഞ്ഞതാണ്? അങ്ങനെയാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോകം അവസാനിക്കൂല, ഈ സൂര്യനും ചന്ദ്രനും ഒന്നും അവസാനം ഇല്ല എന്നാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ചന്ദ്രയാൻ 3 പോയി ചന്ദ്രനിൽ കാലുകുത്തി. അതിന് നേതൃത്വം കൂടെ ISROയുടെ ചെയർമാനോട് ചോദിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയ, അദ്ദേഹത്തോടൊരു മീഡിയ അവതാരകൻ ചോദിച്ചു, ഒരു വിഭാഗം ആളുകൾ ലോകം അവസാനിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളെ കളിയാക്കാനാണ് ചോദിച്ചത്. ഒരു വിഭാഗം ആളുകൾ ലോകം തീരും, ഈ ചന്ദ്രൻ അണയും, ഈ സൂര്യനുമൊക്കെ ഇല്ലാതാകുമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ 2023 വാസ്തവമാണോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി തന്നെയാണ്. ഈ അനന്തോടി നക്ഷത്ര താരകങ്ങളും ഇല്ലാതാകും, ഞങ്ങൾ ചെന്നിറങ്ങിയ ചന്ദ്രനും ഇല്ലാതാവും. അത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നശിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രം വരെ ഇപ്പോൾ പറയുന്നു ഇതൊക്കെ തീരാൻ പോവാണ് കേട്ടോ, ഒക്കെ അണയാൻ പോവാണ്. ചന്ദ്രനിൽ മനുഷ്യൻ ഇപ്പോഴും സ്ഥലം വാങ്ങിക്കൂട്ടുകയാണ്. 2045 രൂപ അല്ലെങ്കിൽ 2500 രൂപ കൊടുത്താൽ 1 ഏക്കർ സ്ഥലം ചന്ദ്രനിൽ കിട്ടും. ഇപ്പോൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്മായിൽ വാങ്ങിച്ചോ? ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 2500 രൂപ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? ചന്ദ്രനിൽ 1 ഏക്കർ സ്ഥലം താമസിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇവിടെ എത്ര കിട്ടുമോ? എത്രയുണ്ട് സെന്റിന് വില? ഇപ്പം എത്രയാണ്? 2 ലക്ഷം 3 ലക്ഷം അല്ലേ? അവിടെ 2500 രൂപ എടുത്ത സ്ഥലം കിട്ടും, 1 ഏക്കർ. ആളുകളിപ്പോൾ ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാൻ. പക്ഷെ ആ ചന്ദ്രനും തകരും, ഇല്ലാതാവുമെന്ന് ശാസ്ത്രം ഇപ്പോൾ വിധി എഴുതി. നേരത്തെ ശാസ്ത്രം പറയുന്നതാണ് എല്ലാവർക്കും വലിയ സംഭവം. ഇപ്പം ശാസ്ത്രം പറഞ്ഞപ്പോഴാണ് എല്ലാം മനസ്സിലാകാൻ തുടങ്ങിയത്. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു, കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിലൂടെ 1ാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിക്കുകയാണ്. സർവരും അല്ലാഹുവിലേക്ക് പേടിച്ചുകൊണ്ട് നിലകൊള്ളുമത്രേ. വകുല്ലുൻ അതോഹു ദാഖിരീൻ. അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുക, അല്ലാഹ് ഉസ്താദ്മാർ പറഞ്ഞത് ശരിയാണല്ലോ. ഇങ്ങനെ ലോകം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ കളിതമാശയായിട്ട് നടന്നിരുന്നു, അശ്രദ്ധനായി നടന്നിരുന്നു. ഇപ്പം ഇതാ കൺമുന്നിൽ കാണുകയാണ്, ഭീകരമായ ശബ്ദത്തിൻ്റെ കോലാഹലത്താൽ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅ ശൈഉൻ അളീം.
العظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ ആമുഖത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ. കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, സിനിമ കാണല്ലേ, സീരിയൽ ദർശിക്കല്ലേ. കാരണം ഈ ലോകം നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നാം മരിക്കേണ്ടവരാണ്. 60 70 വയസ്സ് മാത്രമാണ് നമുക്ക് ഈ ദുന്യാവിലുള്ളത്. ഇവിടെ കളി തമാശയിൽ ഏർപ്പെട്ടു പോയാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം പ്രയാസകരമാണ്. ഖബർ പ്രയാസമാണ്, മഹ്ശറ ബുദ്ധിമുട്ടാണ്, നരകത്തിലേക്ക് എറിയപ്പെടും തീർച്ചയാണ്. ഇവിടെ നിസ്കരിച്ചെങ്കിലേ ഇനി അങ്ങോട്ടുള്ള ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ ഇബാദത്ത് എടുത്തെങ്കിലേ ഇനി അങ്ങോട്ടുള്ള ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ മോശപ്പെട്ട തലത്തിലേക്ക് പോകല്ലേ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ എന്നാണ്. കാരണം നമസ്കാരത്തിനല്ല ഈ വിളിക്കുന്നത്, നോമ്പിനല്ല ഈ വിളിക്കുന്നത്, സക്കാത്തിനുള്ള വിളിയല്ല, ഇത് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാനുള്ള വിളിയല്ല, ഇത് ലോകാവസാനത്തിന്റെ വിളിനാഥമാണ്. ഇത് ലോകത്തുള്ള സർവർക്കും വന്ന് മൂടുന്ന വിപത്താണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. പടച്ച റബ്ബിനെ പേടിയില്ലാതെ എനിക്ക് നരകത്തെ പേടിയില്ല, എനിക്കതാ ഖബറിൽ ഭയപ്പാടില്ല. എന്നെ നരകത്തിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഈ ദുന്യാവിൽ കള്ള് ഷാപ്പിലേക്ക് പോകുന്ന ചെറുപ്പക്കാരില്ലേ, ബീവറേജിലേക്ക് പോകുന്ന മക്കളില്ലേ, സിനിമ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന മക്കളില്ലേ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ മഞ്ഞളിപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, കാമുകന്മാരുമായി ഏതെങ്കിലും കടപ്പുറത്തിന്റെ കാകുന്ന മറയിൽ ഏതെങ്കിലും ഫൈബറിന്റെ പുറകിൽ പോയിരുന്ന്, വള്ളത്തിന്റെ പുറകിൽ പോയിരുന്ന് രസാനുഭൂതിയിൽ ഏർപ്പെടുന്നതായ ചെറുപ്പക്കാരില്ലേ, ചെറുപ്പക്കാരികളില്ലേ, തൗബ ചെയ്യണേ സഹോദരാ, തൗബ ചെയ്യണേ പൊന്നുമോളെ, ഇല്ലെങ്കിൽ അദാബാണ്, അദാബാണ്. അല്ലാഹ് പറയുകയാണ്, ഇന്ന സൽസലത സാഅ ശൈഉൻ അളീം. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെയുള്ള ഒന്നാമത്തെ ഊത്ത് തന്നെ ഭയാനകമാണ്, ഭയാനകമാണ്. യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയമേ ആ ഊത്തിന്റെ കാഠിന്യത്താലെന്ന് വിശുദ്ധമായ ഖുർആൻ. നഊദു ബില്ലാഹ്. കരയുന്ന കുഞ്ഞിനെ മാറോട് അണച്ചു പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാവ് തൻ്റെ കുഞ്ഞിന്റെ ഇളങ്കാല് പിടിച്ചുകൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് നഫ്സി നഫ്സി, എൻ്റെ ശരീരമേ, എൻ്റെ ആത്മാവേ എന്ന് വിലപിച്ച് സ്വന്തം കാര്യം നോക്കി ഓടുന്ന രംഗമാണ് ലോകാവസാനമെന്ന് വിശുദ്ധമായ ഖുർആൻ. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ.
അള്ളാഹു പറയുകയാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ് ഉറപ്പെടുത്തുകയാണ്, നബിയെ തങ്ങൾക്ക് അന്ന് കാണാൻ സാധിക്കും ഗർഭിണികളായ സഹോദരിമാർ 6 മാസം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പ്രസവിച്ച് പോകുകയാണ്. ഈ വലിയ ഭീകരമായ ശബ്ദം കേട്ടുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിൻ്റെതാകുന്ന ആഘാതത്താൽ ഗർഭിണികളാകുന്ന സഹോദരിമാര് പ്രസവിച്ച് പോകുകയാണ്. പേടിക്കുകയാണ്, വിറയ്ക്കുകയാണ്. അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിച്ചവരല്ലേ, മാളിക സൗധങ്ങൾ പണിതവനല്ലേ, പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാതെ ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ചവനല്ലേ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലേ, സിനിമ കണ്ടുകൊണ്ട് നടന്നവളല്ലേ, റീൽസുകൾ കളിച്ചുകൊണ്ട് നടന്നവനല്ലേ, ക്യാമ്പസിൽ പഠിക്കുന്ന കൂട്ടുകാരുമായി പ്രണയിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വേദനിപ്പിച്ചതായ മകളല്ലേ, ലെസ്ബിയനായി നടന്നവളല്ലേ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് എനിക്കെന്നെ കൂട്ടുകാരി വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി പറയുന്ന യുഗത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിയില്ലേ? നാളെ അള്ളാന്റെ ദർബാറിൽ നിന്നെ കാണുകയാണ്. ഭ്രാന്ത് പിടിച്ചവളെ പോലെ ഭ്രാന്തിയായിട്ട് ഓടുകയാണ്. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായവനെ പോലെ നബിയെ തങ്ങൾ കാളുകളെ കാണാൻ സാധിക്കും. എന്നാൽ അവരാരും കള്ളു കുടിച്ചിട്ട് ലക്കും ലഗാനും പോയവരല്ല. പക്ഷെ അള്ളാഹുവിന്റെ അദാബ് ഓർത്തുകൊണ്ട് അവർ പേടിച്ചുകൊണ്ട് ഈ രീതിയിലായി പോയതാണ്. വലാകിൻ അദാബല്ലാഹി ശദീദ്. നിസ്കരിക്കാത്തവനുള്ള അദാബ്, നോമ്പ് പിടിക്കാത്തവനുള്ള ശിക്ഷ, കള്ളു കുടിച്ചവർക്കുള്ള ശിക്ഷ, സിനിമ കണ്ടവർക്കുള്ള ശിക്ഷ, സീരിയൽ കണ്ടവർക്കുള്ള ശിക്ഷ, നമസ്കാരത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് പന്ത് കളിച്ചവർക്കുള്ള ശിക്ഷ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവർക്കുള്ള ശിക്ഷ. ഈ ശിക്ഷാമുറകൾ ചിന്തിച്ചിട്ട് അവരുടെ തല പെരുത്തു പോയതാണ്. അവർ ശിക്ഷയോർത്തുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ അവർ ഓടുകയാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, 40 കൊല്ലം ആ അദാബിലായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസം എത്ര നാളുണ്ടാകും? 40 കൊല്ലം. 40 സനത്തൻ, 40 വർഷം കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ ഊത്തുണ്ടാവുള്ളൂ. മൊത്തം എത്ര ഊത്തലാണ്? 3 ഊതലാണുള്ളത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് ഇതുപോലെ നിലകൊള്ളുന്നതായ ജനങ്ങൾ 40 കൊല്ലത്തിന് ശേഷമാണ് അടുത്ത ഊത്ത് കേൾക്കുക. ആ 40 കൊല്ലം വരെ ഇങ്ങനെയാണ് ഹാല് മറിഞ്ഞ് നടക്കാൻ. നമ്മൾ കണ്ടിട്ടില്ല ചില ഭ്രാന്ത് പിടിച്ച ആളുകളെ ദുനിയാവിൽ അങ്ങനെ കണ്ടിട്ട്. നമുക്ക് പഠിപ്പിക്കാനാണ് ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആളുകളാണ് ഇതൊക്കെ അനുഭവിക്കുക. ചില ആളുകൾ പറയാറുണ്ട്, അവസാന കാലഘട്ടം വന്നായിരുന്ന കൊള്ളാം, മഹദിമാം വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വന്നാൽ കൊള്ളാന്ന്. വന്നാൽ അവസാന കാലഘട്ടം മഹദിമാം വന്നാൽ മാക്സിമം പോയാൽ 7 അല്ലെങ്കിൽ 9 കൊല്ലമാണ് മഹദിമാം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനാണ്, മനസ്സിലായിക്കോ. പെട്ടെന്ന് തന്നെ ലോകം അവസാനിക്കും. അതുകൊണ്ട് എന്ത് വേണ്ട, നമ്മൾ ധൃതി കൂട്ടണ്ട, ലോകാവസാനത്തിന് ധൃതി കൂട്ടണ്ട. അതല്ലേ നബിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചല്ലോ, മത്ത സാഅത്തു, ലോകാവസാനം എപ്പോഴാണ്? നബി ചോദിച്ച ഉടനെ എന്താ? മാതാ അദത്തലഹ, നീ വല്ല അതിനു വേണ്ടി വല്ല തയ്യാറെടുത്തോ? നീ നിസ്കരിച്ചോ? നീ ഇബാദത്തെടുത്തോ? വല്ലതും ചെയ്തെങ്കിലല്ലേ ചോദിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ധൃതി പിടിക്കണ്ട. എന്തു വേണം? വല്ല അമലും ചെയ്തു കൂടിക്കോ. നമ്മൾ നമ്മുടെ സമയങ്ങളെ ശരിക്കും മുഖവിലേക്കെടുക്കുക. അൽ വഖ്തു അൻഫാസുൻ ഇല്ലം തഖ്തഅഹു ഖതഅക. സമയം വളരെ വിലപ്പെട്ടതാണ്, അമൂല്യമായ സമയങ്ങളാണിത്. ഒരു സെക്കൻഡ് പോലും കളയാൻ പാടില്ല. ഇല്ലം തഖ്തഅഹു ഖതഅക. ഈ വിലപ്പെട്ട സമയങ്ങളെ നീ നന്മയിൽ അധിഷ്ഠിതമായി മുറിച്ച് കടന്നില്ലെങ്കിലും നിന്നെ ആ സമയങ്ങൾ മുറിച്ച് കടക്കും. നീ ഒന്നും ചെയ്തില്ല, വെറുതെ എങ്ങനെ ഇരുന്നാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലോകാവസാനം അടുക്കുമ്പോൾ 1 വർഷം 1 മാസമായി തോന്നുമെന്നാണ്. തോന്നുന്നില്ലേ? ഉണ്ടോ?
ഒരു മാസം ഒരാഴ്ചയായി തോന്നും നബി മുഹമ്മദ് മുസ്തഫ. ഒരാഴ്ച നിനക്കൊരു ദിവസമായി തോന്നും നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം ഒരു മണിക്കൂറായി തോന്നും നബി മുഹമ്മദ് മുസ്തഫ. ഒരു മണിക്കൂർ ഒരു മിനിറ്റായി തോന്നും നബി മുഹമ്മദ് മുസ്തഫ. ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.